മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ തുടങ്ങി 1199 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ സമൂഹത്തിലേക്ക് നേരിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ വഴി കിട്ടുന്ന പണം വളരെ വലുതാണ്. അതുപോലെ തദ്ദേശ ഭാഗങ്ങളിലേക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ നേരിട്ട് അറിഞ്ഞ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കാതിരിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നതിന് പറ്റിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് വേണം ഇത്തരം തിരഞ്ഞെടുപ്പുകളെ കാണേണ്ടത്. അതായത് ഒരാളുടെ മാത്രം വ്യക്തിത്വം ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുന്നതിൽ ഉപരിയായിട്ട് അങ്ങനെ ഒരാൾ തിരഞ്ഞെടുത്താൽ അവർ ഒരു ഭരണം നടത്തുകയാണെങ്കിൽ ആ ഭരണത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ, റോഡ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, വെള്ളം, അതുപോലെ ഉള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഒരു മഴക്കാലത്ത് എന്ത് ചെയ്യുന്നു, ഒരു വേനൽക്കാലത്ത് എന്ത് ചെയ്യുന്നു, അതുപോലെ പട്ടിണി കിടക്കുന്നവർക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നു, അതുപോലെ വീട് അനുവദിക്കുന്നതിൽ നിഷ്പക്ഷത പാലിക്കുന്നുണ്ടോ, ഇതുപോലെ നിഷ്പക്ഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കുമോ ഉണ്ടാകുന്നത്, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എനിക്ക് പറയാനുള്ളത്, കോർപ്പറേഷൻ ഇപ്പം എൻ്റെ വാർഡൊക്കെ എൻ്റെ PTP നഗർ വാർഡായിരുന്നു, അതിന് 4 വിഭജിച്ച് കളഞ്ഞത്. 4 വാർഡുകളിൽ ചേർത്ത് കഴിഞ്ഞു. എന്തിനാണ് ഇത്തരം വൃത്തികേടുകൾ കാണിച്ചതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞങ്ങൾ സാമാന്യം അടുത്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അവർ അടുത്തുള്ള 4 വാർഡുകൾ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വാർഡ് കൂടിയപ്പോൾ PTP നഗർ വാർഡ് 4 പിടർന്ന് 4 വാർഡുകളിൽ പോയി ചേരുകയാണ് ചെയ്തത്. ഏതായാലും ഈ ഇലക്ഷൻ നടക്കുന്ന സമയം വളരെ നന്നായി ആലോചിച്ച് വോട്ട് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. സ്മാർട്ട് സിറ്റി പോലുള്ള പ്രോഗ്രാമുകൾ നടപ്പാക്കുന്നതിന് സഹായകമായ വിധത്തിൽ നമ്മുടെ സിറ്റി പാരീസ് പോലെയും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും പറഞ്ഞിരുന്നു, ഒന്നും നടപ്പായില്ല. ഇപ്പോൾ അവസാന കാലത്ത് മെട്രോ വരുമെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഈ ഇലക്ഷന് വേണ്ടി നടത്തുന്ന സ്റ്റണ്ടുകളായിട്ട് മാത്രം കണക്കാക്കണം. കാരണം അത് വരികയാണെങ്കിൽ മിനിമം ഒരു 5 വർഷത്തേക്കെങ്കിലും അതിൻ്റെ പണികൾ നടക്കും എന്നുള്ളത് നമ്മൾ കൊച്ചിയിൽ കണ്ടതാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുള്ള ആൾക്കാർ പറയുന്നതല്ലാതെ ഇലക്ഷൻ്റെ മുന്നിൽ വന്ന് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുന്നവരെ വിശ്വസിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ വലുതായിരിക്കണം. ഇതുവരെ എന്ത് നടന്നു, നിഷ്പക്ഷമായിട്ട് എന്തെങ്കിലും നടന്നു, അതുപോലെ പിൻവാതിൽ നിയമനങ്ങൾ, അതുപോലെ അഴിമതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരിക്കണം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ നമുക്കറിയാവുന്ന നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എതിരിടാൻ പറ്റുന്ന, അതിനെ ഉപരിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി സ്മാർട്ട് സിറ്റി എന്ന പ്രോഗ്രാം ശരിയായിട്ട് നടപ്പാക്കാൻ കഴിയുന്നവർക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ നല്ല ആൾക്കാരെ നോക്കി, വിഭാഗത്തെ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുക, അവരെ വിജയിപ്പിക്കുക. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന് അടുത്തു വരുന്ന ഏപ്രിൽ മെയ് മാസത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ കിട്ടുന്ന കിറ്റുകൊണ്ട്, അതല്ലെങ്കിൽ കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തൃപ്തരാകരുത്. അങ്ങനെയല്ല വേണ്ടത്. സ്ഥായിയായ ഒരു വികസനം, സ്ഥായിയായ ഒരു ആശ്വാസം അത് നൽകുന്നവരായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആൾക്കാർ. അത് മനസ്സിലാക്കുക. അടുത്ത ഇലക്ഷനെയും നിയമസഭ ഗവൺമെൻറ്റിനെയും തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ വലിയ സ്വാധീനം ഇത് ചെലുത്തുകയാണ്. അതുകൂടി മനസ്സിൽ വെച്ച് നല്ല വ്യക്തികളെയും നല്ല വിഭാഗങ്ങളെയും, കളവില്ലാത്ത വിഭാഗങ്ങളെയും, സംശുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരെയും തിരഞ്ഞെടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.